പുള്ളി അത്രയും ഫിസിയോതെറാപ്പി സെന്ററിൽ പോയിട്ടും പുള്ളിക്ക് ഒരു ഹോപ്പ് ഇല്ലായിരുന്നു. പുള്ളി എല്ലാ ഹോപ്പും കളഞ്ഞ് പുള്ളി ഭക്ഷണം പോലും നേരെ കഴിക്കത്തില്ല, ജോലി വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ അവസ്ഥയിൽ നമ്മുടെ അടുത്ത് വരുന്നത്. അത് കറക്റ്റായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്തേക്കുക. IT ഫീൽഡിലുള്ള ആൾക്കാർക്ക് ചില സമയത്ത് ഇരുന്നിരുന്ന് ശീലമായിട്ട് എങ്ങനെ ആയിരുന്ന അവസ്ഥ അവർക്ക് ഫിസിയോതെറാപ്പി ആവശ്യമുണ്ടോ? ഡെഫിനറ്റ്ലി അവർക്കാണ്. കാരണം അവരുടെ പോസ്റ്റർ അവിടെ മാറുകയാണ്. പോസ്റ്റർ മാറുമ്പോൾ അവരുടെ റൗണ്ട് നെക്ക് വരുന്നു. കാരണം ഈ ഷോൾഡർ റൗണ്ട്. ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഫിസിയോതെറാപ്പി സെൻറ്ററിലേക്കാണ്. ബാംഗ്ലൂരിൽ ഒരുപാട് ഫാമിലി അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ വരുന്ന കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഫിസിയോതെറാപ്പി സെൻറ്റർ, അതൊരു മലയാളിൻ്റെതൊന്ന് പരിചയപ്പെടുത്തി തരുമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും നിയർ ബൈ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ ആയിട്ടുള്ള HSR ലേഔട്ടിനും സർജാപൂരിനും ബൊമ്മനഹള്ളിക്കും ഇലക്ട്രോണിക് സിറ്റിക്കും മടിവാളക്കൊക്കെ എടുത്തായിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പി സെൻറ്ററിലാണ്. കംപ്ലീറ്റ്ലി ഇവിടെ മലയാളീസും ആൾക്കാരാണുള്ളത്. ഹായ്. ഞാൻ നിങ്ങളെ പേര് ചോദിച്ചിട്ടില്ല. പേര് ഫാസിൽ. ഫാസിൽ. ഓക്കെ, റാസിൽ, ഫാസിൽ. അപ്പം ഇന്ന് നമ്മൾ രണ്ടാളും കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. ഹായ്. സോ ലേക്ക് നിയർ. ഓക്കെ, ഇത് നമുക്ക് കസവനഹള്ളി ലൊക്കേഷൻ വരുന്നല്ലേ? ഡോക്ടർ തന്നെ. ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടേക്ക് വരുന്നത്. നമ്മളെ കൂടെ നമ്മളെ സുഹൃത്തും കൂടി ഉണ്ട്, ദിൽഷാദ്. അപ്പോൾ ദിൽഷാദിന് കുറച്ച് എക്സസൈസ് കൊടുക്കാനും ഉണ്ട്. ഇതിപ്പോൾ എത്രയായി സ്റ്റാർട്ട് ചെയ്തിട്ട്? നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളം എടുത്താവുന്നുണ്ട്. ഓക്കെ. എനിക്കൊന്ന് ഇതിനെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. നിങ്ങൾ ഈ ഒരു ലേക്ക് നിയറിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, മൈ നെയിം ഫാസിൽ, ഫിസിയോതെറാപ്പിസ്റ്റ്, സീനിയർ കൺസൾട്ടൻറ്റ് ഹിയർ. അപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെറിയ ചെറിയ ക്ലിനിക്കുകൾ സാധാരണ നമ്മൾ നാട്ടിലേക്ക് കാണാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് ബാംഗ്ലൂർ വലിയൊരു ക്ലിനിക്ക് തുടങ്ങണമെന്ന് നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്താണ് നമ്മൾ എന്താ പറയുക എക്സസൈസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇത്രയും വലിയൊരു സ്പേസിൽ നമ്മൾ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടും ഫിസിയോതെറാപ്പി മീൻസ് ഇറ്റ്സ് എക്സസൈസ്, മെഡിസിൻ ഓഫ് എക്സസൈസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത്രയും സ്പേഷ്യസ് ആയിട്ട് നമ്മൾ കവർ ചെയ്ത് നമ്മൾ ചെയ്തിരിക്കും. അപ്പം ഇപ്പൊ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഈ പേരെന്തായിരുന്നു? ദിൽഷാദ്. ഹായ്. ദിൽഷാദാണ് നമ്മുടെ ഇന്നത്തെ നായകൻ. രസമല്ലേ ദിൽഷാദ്? ഓക്കെ. അപ്പം ദിൽഷാദിന്റെ കേസ് തന്നെ നമുക്ക് കാണുമ്പോൾ ഇത് നമുക്ക് സാധാരണ ജന്മന ഉണ്ടാവുന്ന ഡിഫോമിറ്റീസ് ആണ്. പക്ഷെ ആള് വേറെ ലെവലാട്ടോ. അത് നമ്മുടെ പറയുണ്ടായി. കാരണം വന്നപ്പോൾ തന്നെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ കുറെ കാര്യങ്ങൾ ഞാൻ ഹിസ്റ്ററി എടുത്തായിരുന്നു. അപ്പോൾ ഹിസ്റ്ററി പരമായിട്ട് പുള്ളി അതിനകത്ത് കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർഡ് വർക്കിനേക്കാൾ മൈൻഡ് സെറ്റ് ആണ്. അതെ, പുള്ളിയുടെ മൈൻഡ് സെറ്റ് നല്ല ഇതുള്ളതുകൊണ്ടാണ് പുള്ളി ആ ഒരു ആക്റ്റീവായിട്ട് നമ്മള് പോണെന്ന് ചിന്തിക്കുന്നതിന്റെ അപ്പുറം ആൾ ഓടിയെത്തും. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മെയിൻ അസിസ്റ്റന്റ് ആണ് ദിൽഷാദ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ക്ലയൻറ്റിനെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് മടിയാണ്. പക്ഷെ ദിൽഷാദ് അയ്യൊന്ന് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വിട്ടിരിക്കും. പുള്ളിക്ക് ഡ്രൈവിംഗ് അറിയാം, പുള്ളി ഓട്ടോമാറ്റിക് കാർ ഓടിക്കും. അതേപോലെ തന്നെ പുള്ളിക്കൊരു സ്കൂട്ടർ ഉണ്ട്. ആ സ്കൂട്ടറിൽ ഇന്ന് ഞാൻ പറയുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ പുള്ളി ആദ്യമായിട്ട് വരുന്ന ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ടാണ്. പലരും ബാംഗ്ലൂരിൽ ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാൻ മടിക്കുന്നിടത്ത് പുള്ളി ആ സ്കൂട്ടറിൻ്റെ മുകളിൽ മിനിമം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 100-120 കിലോമീറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. നീ ഹോസ്കോട്ട വരെ എത്തിയിട്ടുണ്ടാവും ആ സ്കൂട്ടറിന്റെ മുകളിൽ. ഈ ഇങ്ങനത്തെ കേസുകളിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടുന്നത് അതാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. അവർ ആ ഒരു മൈൻഡ് എന്താ പറയുക, ആ ഒരു അതിനൊരു ബലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും തിരിച്ചു വരാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ഫാമിലി സപ്പോർട്ട്, ആ കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ ഈ കണ്ടീഷനകത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു കണ്ടീഷൻ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ ഈ ഒരു ലെവൽ ആകുമ്പോഴല്ല നമ്മുടെ കയ്യിൽ കിട്ടുക. അവർ ജനിച്ചൊരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോഴാണ് അവർ ഫസ്റ്റ് മനസ്സിലാക്കി തുടങ്ങുക. അവർ എന്താ പറയുക മൈൽ സ്റ്റോൺ ഡിലേ എന്ന് പറയും. മൈൽ സ്റ്റോൺ എന്ന് വെച്ചാൽ ജന്മനാ നമുക്ക് വരുന്ന ഒരു കുട്ടി കരയുക അല്ലെങ്കിൽ ചിരിക്കുക, പപ്പ അമ്മ എന്ന് വിളിക്കുക, അതുപോലെ എഴുന്നേറ്റ് നിൽക്കുക അല്ലെങ്കിൽ നീന്തുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലിങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഫസ്റ്റ് നോട്ടീസ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ നിൽക്കാണ്ട് വരിക, നടക്കാണ്ട് വരിക, അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് നോട്ടീസ് ചെയ്യും. അങ്ങനെ നല്ലൊരു കൺസൾട്ടേഷൻ ചെയ്യും. അപ്പോൾ ഡോക്ടേഴ്സ് പല രീതിക്ക് കൺസൾട്ട് ചെയ്യുമെങ്കിലും ഫിസിയോതെറാപ്പിയിലേക്ക് വരുമ്പോൾ നമ്മൾ മസിൽസിന്റെ പവർ, അതുപോലെ തന്നെ അതിന്റെ ഡിഫോമിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണങ്ങളുണ്ടോ, ന്യൂറോൺസ് പരമായിട്ടുള്ളതാണോ, അതോ ബ്രെയിനിൽ നിന്ന് വരുന്ന, അങ്ങനത്തെ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമുക്ക് ഒരു അസസ്മെന്റ് ഷീറ്റ് ഉണ്ട്. ന്യൂറോയ്ക്ക് അതുപോലെ പീഡിയാട്രിക്കിന് സ്പെഷ്യലായിട്ട് നമുക്ക് ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ അത് അസസ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടുപിടിക്കും ഇന്ന പ്രശ്നങ്ങളാണെന്നും. അപ്പോൾ അതിന് പരമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യും. ചിലതൊക്കെ എന്താ പറയുക അതങ്ങനെ എന്താ പറയുക അഡാപ്റ്റ് ചെയ്ത് പോകും. അവരുടെ മാനസികപരമായിട്ടും അതുപോലെ കുടുംബത്തിനുപരമായ സപ്പോർട്ടും കിട്ടുമ്പോൾ അതിനെ അഡാപ്റ്റ് ചെയ്ത് അവരുടെ ഒരു ലെവലിൽ അവരുടെ ഒരു ലോകത്തേക്ക് അവർക്ക് വളർന്നു വരാൻ പറ്റും. ഫുള്ളി റിക്കവറായി വരാൻ പറ്റിയില്ലെങ്കിലും. അതിലൊരു നല്ലൊരു ഉദാഹരണമാണ് നമുക്ക് പറയുന്നത്. ഞാൻ ചില സമയത്ത്, കാരണം ദിൽഷാദ് എന്ന് പറഞ്ഞാൽ അത്രയും ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മളെങ്കാട്ടിയും കൂടുതലായിട്ട് ട്രാവൽ ചെയ്ത് കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം ആൾ ചിലപ്പോൾ രാവിലെ 8 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ രാത്രി ഒരു എന്താ പറയുക 10 മണി വരെയൊക്കെ മാർക്കറ്റും എല്ലാ ഏരിയയും കവർ ചെയ്ത് വരുന്ന ഒരാളാണ് ദിൽഷാദ്. പിന്നെ അത് മാത്രമല്ല ഒരു ദിവസം ദിൽഷാദിന് നമ്മളൊരു കൺസൾട്ടിങ്ങിൽ ദിൽഷാദിന് വരുന്നൊരു കോൾസ് പറഞ്ഞാൽ ഒരു 50ൻ്റെ മുകളിലാണ്. അപ്പം ഞാൻ ചിന്തിക്കും, മീൻസ് ഇപ്പം
നമ്മൾ മറ്റൊരാൾ കുറവല്ല കാണുക, പക്ഷേ അയാൾ ആ ഒരു പവറാണ് കാണുന്നത്. എന്നാലും എന്താ പറയുക, നമുക്ക് ഇനി ഒന്നും കൂടി സ്ട്രോങ് ആവാനുള്ള വഴികൾ എന്താണെന്നൊക്കെ നമ്മളും ചിന്തിക്കാറുണ്ട്. ഇപ്പം നിങ്ങളിവിടെ ഈ ഫിസിയോതെറാപ്പിയിൽ ഏതൊക്കെ പാർട്ടാണ് ചെയ്യുന്നത്? ഇപ്പം ചിലർ സ്പീച്ച് തെറാപ്പി വേണമെന്ന് പറയാൻ ചെയ്യാറുണ്ടോ? നമുക്ക് ഇവിടെ ഇപ്പോൾ ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ ഫിസിയോതെറാപ്പിക്ക് വേറെ ഡിപ്പാർട്ട്മെന്റ് നമുക്കുണ്ട്. ഓർത്തോ, ന്യൂറോ, കാർഡിയോ അങ്ങനെ വരുന്നതാണ് ഓരോ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് ഓർത്തോ സ്പോർട്സ് ആണ്, സ്പോർട്സ് റിലേറ്റഡ് കണ്ടീഷൻസ് ആണ് മോസ്റ്റ്ലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഓർത്തോ റിലേറ്റഡ് മസിൽ പെയിൻ, ബാക്ക് പെയിൻ, നെക്ക് പെയിൻ അങ്ങനെ തുടങ്ങുന്ന കണ്ടീഷനുകൾ. പിന്നെ വരുന്ന പീഡിയാട്രിക് കേസുകളുണ്ട്. പീഡിയാട്രിക് എന്ന് പറയുമ്പോൾ ഇതുപോലെ ജന്മന ഉണ്ടാകുന്ന വൈകല്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഒരു പീഡിയാട്രിക് കേസ്. പിന്നെ ന്യൂറോപരമായിട്ട് സ്ട്രോക്ക് അതുപോലുള്ള കണ്ടീഷൻ വരുന്ന ന്യൂറോപരമായിട്ടുള്ള കേസ് നമ്മൾ ഇവിടെ എടുക്കാറുണ്ട്. ഇത് മൂന്നുമാണ് നമ്മൾ മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്കിതിപ്പം നിങ്ങൾക്ക് ഇവിടെ വരുന്ന കേസുകൾ കൂടുതലും എങ്ങനെയുള്ളതാണ്, എന്തുകൊണ്ടാണ്? ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരുപാട് ഫിസിയോതെറാപ്പി സെൻറ്റർ കൂടി വരുന്നുണ്ട്. ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞൊരു 2-3 വർഷത്തിൻ്റെ ഇടയിലായിട്ട് കൊറോണയ്ക്ക് ശേഷമായിട്ട് അറൗണ്ട് ഒരു 200ൻ്റെ അടുത്ത് ഫിസിയോതെറാപ്പി സെൻറ്റർ ബാംഗ്ലൂരിൽ കൂടിയിട്ടുണ്ട്. അപ്പം എന്താണ് അതിനുള്ളൊരു റീസൺ, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു ആൾക്കാർക്കാണ് ഇത് കൂടുതൽ ആവശ്യം? മെയിൻലി മോട്ടീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പണ്ട് ജനങ്ങൾ ഡോക്ടറെ പോയി കാണുന്നു, മരുന്ന് കഴിക്കുക, വേദന കുറയ്ക്കുക. പക്ഷെ ഇപ്പൊ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. കാരണം മരുന്ന് കഴിക്കുന്ന സൈഡ് എഫക്ട്സുകൾ കൂടുതലാണ്. അപ്പൊ അതിൽ നിന്ന് ഒഴിവാക്കി എക്സസൈസ് എന്ന് പറയുന്ന ഒരു സംഭവം അവർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. അത് മെയിൻലി മുമ്പ് പാശ്ചാത്യ രാജ്യങ്ങളിലാണ് കണ്ടുവന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് ഇന്ത്യയിലേക്ക് അത് നല്ലപോലെ വരുന്നതുകൊണ്ട് അവർ എക്സസൈസിനെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. കാരണം ജീവിതത്തിൽ നമ്മൾ എക്സസൈസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കി ഫിസിയോതെറാപ്പിയിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെയുള്ള പേഷ്യൻസ് നമുക്ക് കൂടുതൽ വരുന്നത്. കാരണം അവരെ വർക്ക് പരമായിട്ടുള്ള വേദനകൾ ലോങ് ടൈം സിറ്റിംഗ് വരിക. IT ഫീൽഡിലുള്ള ആൾക്കാർക്ക് ചില സമയത്ത് ഇരുന്നിരുന്ന് ശീലമായിട്ട് എങ്ങനെ ആയിരുന്ന അവസ്ഥ, അവർക്ക് ഫിസിയോതെറാപ്പി ആവശ്യമുണ്ടോ? ഡെഫിനറ്റ്ലി അവർക്കാണ്. കാരണം അവരുടെ പോസ്ചർ അവിടെ മാറുകയാണ്. പോസ്ചർ മാറുമ്പോൾ അവരുടെ റൗണ്ട് നെക്ക് വരുന്നു. കാരണം ഈ ഷോൾഡർ റൗണ്ടഡ് ആവുന്നു, അതുപോലെ ഫോർവേഡ് നെക്ക് വരുന്നു. അങ്ങനത്തെ കുറെ കണ്ടീഷൻസ് അത് അവർക്ക് മനസ്സിലാവത്തില്ല. കാരണം 4-5 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന റോങ് പോസ്ചറാണ് അവരെ അങ്ങനെ എത്തിച്ചത്. കാരണം അവർ രാവിലെ ആ ഒരു ഓഫീസിൽ കയറി കഴിഞ്ഞാൽ കഴിയുന്നവരെ ഈ ഒരു സിറ്റിംഗ്, ഇപ്പോൾ വീട്ടിലെത്തിയാലും വർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റിങ്ങിലുള്ള ടേബിളും ചെയറായിരിക്കും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് എനിക്ക്, കാരണം ബാംഗ്ലൂരിൽ അത്രയും IT കമ്പനീസ് ഉണ്ട്, അത്രയും ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഫ്രഷേഴ്സ് വരുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കംപ്ലീറ്റ്ലി ഒരു വർക്കഹോളിക് ആയിരിക്കും. പിന്നീടാണ് അവർ മനസ്സിലാക്കുന്നത്. എനിക്ക് ഒരു 10 വർഷം കഴിയുമ്പോഴാണ് അവർ അതിനെ റിയലൈസ് ചെയ്യുക, എന്റെ പോസ്റ്റർ എല്ലാം റോങ് ആയി, അല്ലെങ്കിൽ ഒരുപാട് എന്തെങ്കിലും വേദനകൾ വരുമ്പോഴായിരിക്കും അവർ മനസ്സിലാക്കുക. ഓക്കെ. ഇപ്പോൾ ഈ പ്രായമായിട്ട് ഇപ്പോൾ ഒരുപാട് ഫാമിലീസ് ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ട്, കേരളത്തിൽ നിന്നാണെങ്കിലും പുറത്തുനിന്ന് എബ്രോഡിൽ നിന്നാണെങ്കിലൊക്കെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കൂടെ എപ്പോഴും ഒരു അച്ഛനമ്മ അങ്ങനെയുള്ളവരുണ്ടാവും. പിന്നെ നമുക്കറിയാം ബാംഗ്ലൂരിലത്തെ ഒരു കൾച്ചർ അനുസരിച്ചിട്ട് എല്ലാവരും അധികം ഒരു ഒതുങ്ങി കൂടിയിട്ടുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ അവർക്ക് എങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ആണ് നമുക്ക് പറ്റുക? ഈ പ്രായപരമായി നമുക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്. കാരണം ഒരു എബോവ് 50 or 60 പോയി കഴിഞ്ഞാൽ മെയിലായാലും ഫീമെയിലായാലും ജോയിന്റ് തേയ്മാനം, അതുപോലെ തന്നെ ഈ ഷോൾഡർ ജോയിന്റ് ആവട്ടെ, അതുപോലെ തന്നെ നീ ജോയിന്റ് ആവട്ടെ, അങ്ങനത്തെ തേയ്മാനങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റിഫ്നെസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന കണ്ടീഷനുകൾക്ക് 2 ഓപ്ഷൻ ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ട്. ഒന്നെങ്കിൽ ഫിസിയോതെറാപ്പി, അല്ലെന്നുണ്ടെങ്കിൽ സർജറി ചെയ്യുക. അപ്പോൾ എല്ലാ പ്രായമായവരും സർജറിയെ പേടിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവര് എന്തെങ്കിലും ചെയ്തിട്ട് അവർക്ക് എക്സസൈസ് ചെയ്ത് മസിലിനെ ഒന്ന് ബലപ്പെടുത്തിയാൽ, അപ്പൊ അതിനകത്ത് നമുക്ക് നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. കാരണം എക്സസൈസ് ചെയ്ത് മസിലിനെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ സർജറി നമുക്ക് നല്ലപോലെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫിസിയോതെറാപ്പി അല്ലാതെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ ഈ ഒരു ലൈക്ക് ചെയ്യുന്നത്? വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് നമുക്ക്? കാരണം ഇതിനകത്ത് ഫിസിയോതെറാപ്പി തന്നെ അഡ്വാൻസ് ആയിട്ട്, കാരണം ഈ ഫിസിയോതെറാപ്പി ഫസ്റ്റ് വരുന്നത് നമ്മൾ സിംറ്റംസ്, നമ്മുടെ വേദന എന്ന് പറയുന്ന ഒരു സിംറ്റംസിനെ നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ അതിന് നമുക്ക് മുമ്പ് പഠിച്ചു വരുന്ന ഫിസിയോതെറാപ്പിയിൽ ഇലക്ട്രോതെറാപ്പി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. പക്ഷേ അതിനെ കൂടാണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഡ്രൈ നീഡ്ലിംഗ്, അതുപോലെ തന്നെ കപ്പിങ്, IEST, ഇൻസ്ട്രുമെന്റ് അസിസ്റ്റന്റ് സോഫ്റ്റ് ടിഷ്യൂ മൊബിലൈസേഷൻ, അങ്ങനത്തെ ഒരു ഇതുണ്ട്. അതുപോലെ ടേപ്പിംഗ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ സ്പോർട്സ് പോലുള്ള കണ്ടീഷനുകളിൽ അവർക്ക് പിറ്റേ ദിവസം കളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടേപ്പ്, കാരണം വേദനയോടുകൂടി ചിലപ്പോൾ അവർക്ക് കളിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ടേപ്പ് എന്ന് പറയുന്ന ഒരു സപ്പോർട്ടീവ് ഡിവൈസ് നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങളിവിടെ മെയിനായിട്ട് മലയാളീസ് മാത്രമാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ പേഷ്യൻസ്? പേഷ്യൻസ് നമുക്ക് എല്ലാ ഓൾമോസ്റ്റ് എന്താ പറയുക 28 സ്റ്റേറ്റ്സും വരാറുണ്ടെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഞാൻ എല്ലാ സ്റ്റേറ്റിലെയും പേഷ്യന്റിനെ കണ്ടു എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അങ്ങനെ ഒരു റേഷ്യോ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മെയിൻലി മലയാളികൾ എന്ന് പറയുമ്പോൾ കൂടുതൽ അറിയുന്നവർ നമുക്ക് വരാറുണ്ട്. എങ്കിൽ തന്നെയും എല്ലാ ഇതും ലാംഗ്വേജ് നോർത്ത് ഇന്ത്യൻസ് ഒന്നും കൂടി ഇതിന് കോൺഷ്യസ് ആണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റിനോടൊക്കെ കുറച്ചും കൂടി കോൺഷ്യസ് ആണ്. കാരണം ഒരു അമ്മ ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചിരുന്നു, ഇവിടെ നല്ല ഫിസിയോതെറാപ്പി സെന്റർ, അത് ഷീസ് എ ബംഗാളി, അപ്പം എൻ്റെ ഒരു അയൽവാസിയാണ്. നമ്മൾ ഈ വ്ളോഗൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്നോട് ചോദിച്ചു ഫിസിയോതെറാപ്പി സെൻറ്റർ എവിടെയാണ് ഇവിടെ നിയർ ബൈ ആയിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. പലരും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നതാണ്. കാരണം മകൾക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഫിസിയോതെറാപ്പി സെൻറ്റർ ഏതാണ് പലരും ചോദിക്കാറുണ്ട്. കാരണം ഇവിടെ കുട്ടികൾ പഠിപ്പിക്കുന്നവരൊക്കെ, കാരണം അവർ ഈ ഒരു അറിയുന്ന വ്യക്തിയിലേക്ക് ഇതിനെ കൊടുക്കുകയാണ്. അല്ലാതെ ചെറുപ്പത്തിൽ ഇപ്പം പണ്ട് കാര്യം നമ്മളൊരു കുട്ടിക്ക് എന്തെങ്കിലും കുറവുകളുടെ ആ കുറവിൽ ജീവിച്ചോട്ടെ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. മാറ്റി നിർത്താൻ ശ്രമിക്കുമായിരുന്നു. ഇപ്പം ആരാണോ ഇത് ഏൽപ്പിക്കേണ്ടത്
അവരെ ഏൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ എങ്ങനെയാണോ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാനുള്ള ഇതിനൊരു എക്സസൈസ് ആക്കി കൊടുത്ത് അവരെ ബെറ്റർ ആക്കുക എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ബാംഗ്ലൂരത്തെ ഒരു രീതികളും കാര്യങ്ങളും പോകുന്നത്. ഇപ്പം വേറെ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളതുണ്ടോ ഫിസിയോതെറാപ്പിയെ പറ്റി പറയും? നമ്മുടെ സെന്ററിനെ പറ്റി പറയുകയാണെങ്കിൽ അഡ്വാൻസ് തെറാപ്പിയാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. കാരണം അതിനകത്ത് തന്നെ നമുക്ക് പറയുമ്പം സ്റ്റീം ബാത്ത്, അതുപോലെ തന്നെ ഐസ് ബാത്ത് തുടങ്ങിയ അഡ്വാൻസ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ റിക്കവറി ഫാസ്റ്റ് ആക്കാൻ വേണ്ടി. കാരണം മസിൽ സോർനെസ് അങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് സോർനെസ് വരും. അപ്പോൾ ആ സോർനെസ് റിക്കവർ ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ നമുക്കൊരു സ്പോർട്സ് പ്ലെയർ വന്നു കഴിഞ്ഞാലും അവർക്ക് ഈ സോർനെസ് ഉണ്ടാവും. കാരണം 3-4 ദിവസത്തെ കളി കഴിയുമ്പോൾ അവരുടെ ബോഡിയിൽ നല്ല സോർനെസ് ഉണ്ടാവും. അപ്പോൾ അത് റിലീസ് ചെയ്യാൻ വേണ്ടി ഐസ് ബാത്ത് എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവ് ആണ്. അതുപോലെ സ്ട്രെസ് റിലീഫിന് വേണ്ടി, കാരണം നോർമൽ ആയിട്ടുള്ള പേഴ്സണ് നമ്മുടെ ഈ എന്താ പറയുക IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ അവരുടെ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടൊക്കെ ഐസ് ബാത്തിങ് എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഇതാണ്. അതുപോലെ തന്നെ സ്റ്റീം ബാത്ത് എന്ന് പറയുമ്പോൾ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ബോഡി നല്ല ഇത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിറ്റോക്സിഫിക്കേഷന് വേണ്ടിയിട്ടും നമുക്ക് സ്റ്റീം ബാത്ത് എന്ന് പറയുന്നത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് അവർ എങ്ങനെയാണ് ലൈക്ക് മന്ത്ലി വൈസ് ആണോ വരിക, അല്ലെങ്കിൽ നമുക്ക് സാധാരണ എന്താ പറയുക വീക്ക്ലി വൈസ് നമുക്ക് വേറെ ഒരു ഇതുണ്ട്, ഫിറ്റ്നസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മൺഡേ ടു ഫ്രൈഡേ എക്സസൈസും അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ ഈ വാം ഡൗൺ എന്ന നിലയിൽ ബോഡി റീഫ്രഷ് എന്ന നിലയിൽ നമുക്ക് സ്റ്റീം ബാത്തും ഐസ് ബാത്തും എന്ന് പറയുന്നത്. വയറ് ചാടുന്നവർക്ക് ഫിസിയോതെറാപ്പി ഉണ്ടോ? വയറ് ചാടുന്നവർക്ക് ഫിസിയോതെറാപ്പി അല്ല, സ്ഥിരമായ എക്സസൈസും ഡയറ്റും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കൂടി പെട്ടെന്ന് ഈ ഐസ് ബാത്തൊക്കെ എടുത്ത് കുറേ ആണെങ്കിലേ എന്താന്നുള്ളൊരു ഐഡിയ നോക്കിയതാ അങ്ങനെ. കാരണം ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള കുറേ ആൾക്കാർ ഫുഡ് നന്നായിട്ട് കഴിക്കുന്നു, ഒരുവിധം ആൾക്കാർ ഫുഡീസാണ്. അപ്പോൾ അവർക്ക് എന്താ പറയുക, ചിലവർക്ക് ജിമ്മിൽ പോകാനൊരു മടിയാണ്. കാരണം ഈ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ട്രെയിനർ മാക്സിമം വെയിറ്റ് എടുത്തിട്ട് ഇവർക്ക് ഒരു പണി കൊടുക്കും. അതാണ് ഫിസിയോതെറാപ്പിയുടെ ഒരു പ്രത്യേകത. നമുക്ക് ഈ വെയിറ്റ് ഇല്ലാണ്ട് നമുക്ക് എക്സസൈസുകളോടുകൂടി, കാരണം മാറ്റ് എക്സസൈസും അതുപോലെ തന്നെ മറ്റു എക്സസൈസുകളോടുകൂടി വ്യായാമത്തിലോടുകൂടി തന്നെ നമുക്ക് വെയിറ്റ് ലോസ് എന്ന് പറയുന്ന സാധനം. വെയിറ്റ് ലോസിന്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഡയറ്റാണ്. കാരണം നമ്മൾ ഭക്ഷണം എത്രത്തോളം ഉള്ളിൽ പോകുന്നു. പക്ഷേ എല്ലാവർക്കും ജിമ്മിൽ പോകാൻ ഇഷ്ടമല്ല. കാരണം ഡംബൽ എടുത്ത് പോക്കുക അല്ലെങ്കിൽ ട്രെയിനർ ചെയ്യുന്ന ഒരു കാം മെന്റാലിറ്റി നോക്കുന്നവരാണ്. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ഇവിടത്തേക്ക് വരാൻ പറ്റും. നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ അത് സ്പെഷ്യലായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അണ്ടറിൽ നമ്മൾ പ്രത്യേകമായി അവരുടെ മസിൽസ് ഏതൊക്കെ മസിൽസ് ആണ് വീക്ക് ഉള്ളത്, ഏതൊക്കെ എടുത്താണ് ഫാറ്റ് കൂടുതൽ, അങ്ങനത്തെ എല്ലാം കോർ മസിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം എല്ലാ മസിലിന്റെയും പവർ ചെക്ക് ചെയ്തതിനു ശേഷം അതിന് പ്രത്യേക എക്സസൈസ് പ്രിസ്ക്രൈബ് ചെയ്ത് അവർക്ക് പ്രത്യേകമായി ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ശരി ശരി. അപ്പോൾ എന്തായാലും നിങ്ങൾ ബാംഗ്ലൂരിൽ ഒരു ഫിസിയോതെറാപ്പി സെന്റർ നോക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉള്ളത്, ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു റോഡിന് ഞാൻ പറയാം HSR ലേഔട്ട് ബാക്ക് റോഡ് കസവനഹള്ളിയിലാണ്. എനിക്കിപ്പോൾ ബൊമ്മനഹള്ളി നിങ്ങൾക്ക് എത്താൻ എടുത്തത് വെറും ഒരു 25 മിനിറ്റ്സ് ആണ്. ഇനിയിപ്പം ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നും ഒരു 20-25 മിനിറ്റ്സ് ആണ് വരുന്നത്. HSR ലേഔട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് എന്ന് പറയാം. സർജാപൂർ ഒരു ബാക്ക് സൈഡ് HSR അല്ലെങ്കിൽ സർജാപൂരിലേക്കുള്ള ഒരു കണക്റ്റഡ് റോഡാണ് കസവനഹള്ളി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സർജാപൂർ, HSR ലേഔട്ട്, ബൊമ്മനഹള്ളി, മടിവാള, ഇലക്ട്രോണിക് സിറ്റി, കുഡ്ലു ഗേറ്റ് എന്നൊക്കെ പറയുന്ന നിയർ ബൈ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ ഏരിയയിലേക്കുള്ള ഒരു മീൻസ് താമസിക്കുന്നവരാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫിസിയോതെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആളെ പരിചയപ്പെട്ടോളൂ. പുള്ളി പറയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പുള്ളിനെ കൊണ്ട് പറയിപ്പിച്ച് നിങ്ങൾക്ക് എല്ലാം കേൾപ്പിച്ച് തന്നിട്ടുണ്ട്. ബാക്കി ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ഡീറ്റെയിൽസും ഇവരുടെ പേജിൻ്റെ ലിങ്കും വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കേസ് എന്ന് പറയുന്നത് നമ്മൾ 4-5 ഫിസിയോതെറാപ്പി സെൻറ്റർ പുള്ളി ട്രൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പുള്ളിയുടെ ഒരു ഓർത്തോ സർജൻ നമ്മളെ സജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വന്നതാണ്. പുള്ളി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 8-9 കിലോമീറ്റർ ദൂരത്തു നിന്നും ഡെയിലി വന്ന് നമ്മുടെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിലൊക്കെ ഡെയിലി വരുമായിരുന്നു, ഇപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കിയിട്ടുണ്ട്. പുള്ളി അത്രയും ഫിസിയോതെറാപ്പി സെന്ററിൽ പോയിട്ടും പുള്ളിക്ക് ഒരു ഹോപ്പ് ഇല്ലായിരുന്നു. പുള്ളി എല്ലാ ഹോപ്പും കളഞ്ഞ് പുള്ളി ഭക്ഷണം പോലും നേരെ കഴിക്കത്തില്ല, ജോലി വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ അവസ്ഥയിൽ നമ്മുടെ അടുത്ത് വരുന്നത്. അത് കറക്റ്റായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്തു. സോ ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ അബൌട്ട് ദിസ് ലൈക്ക് how you came here and the physiotherapy? So I was recommended by Dr. Naveen he's in Manipal. Okay. So he recommended to go with this place. Okay. And Fazal sir. Okay. So and after being here, I think it is really good for me. Okay. I'm improving a lot after that. Okay. താങ്ക് യു. പ്രത്യേകമായി ഡയഗ്നോസ് ചെയ്ത് അപ്പോൾ അതിനകത്ത് നമ്മൾ പുള്ളിയുടെ കണ്ടുപിടിക്കുകയുണ്ടായി. പുള്ളിയുടെ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി അതെല്ലാം കുറവായിരുന്നു. അങ്ങനത്തെ ഒരു അലസ്യമായ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ പുള്ളിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു, അതിന് പ്രോപ്പറായിട്ടുള്ള ഡോക്ടറായിട്ട് സംസാരിച്ച് പ്രോപ്പറായിട്ടുള്ള സപ്ലിമെന്റ്സ് എല്ലാം ആഡ് ചെയ്തു. അങ്ങനെ പുള്ളിനെ ചെറിയ രീതിയിൽ സ്ട്രെച്ചിങ് തുടങ്ങി, ചെറിയ രീതിയിൽ സ്ട്രെങ്തനിങ് ചെയ്ത് ഇതിപ്പോൾ 1.5 മാസത്തിന് മുകളിലായി. പക്ഷേ പുള്ളി ഇപ്പം നല്ല ഹാപ്പി ആയിട്ട് റിക്കവർ. ചില പേഷ്യൻസിന് മടി ഉണ്ടാവാറുണ്ട്. കാരണം തുടക്കത്തിൽ ഒരു 2-3 ദിവസം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മടി വരുന്ന അങ്ങനത്തെ. പക്ഷെ ആദ്യത്തെ ദിവസത്തെ നമ്മുടെ കൺസൾട്ടേഷനിൽ തന്നെ നമുക്ക് പൊതുവെ അറിയാവുന്ന ഒരു പോയിന്റാണ് ഇത് മടി എന്ന് പറയുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ അവർ ആ ഒരു മോട്ടിവേഷനിലേക്ക് കൊണ്ടുവരും. കാരണം പുള്ളിക്ക് ഒരു ഹോപ്പും ഇല്ലായിരുന്നു. അതാണ് ഏറ്റവും എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ പറ്റുന്നത്. പുള്ളിക്ക് ഒരു ഹോപ്പും ഇല്ലായിരുന്നു തിരിച്ചു വരുമെന്ന്. അതിൽ നിന്നാണ് നമുക്ക് ആ പുള്ളിക്ക് തന്നെ 3-4 ദിവസം ഇവിടെ വന്നപ്പോ ഇല്ലയോ ആ ഒരു
പോസിറ്റീവ് മൈൻഡ് ഇവിടുന്ന് കിട്ടി. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്ലിനിക്കിൽ കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറിന്റെ ഒരു പോസിറ്റീവ് മൈൻഡ്. അപ്പൊ അങ്ങനെ പുള്ളിനെ മെല്ലെ മെല്ലെ അല്ല, എനിക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നവരെ എങ്ങനെയാണെന്ന് അറിയില്ല. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പം ലൈക്ക് ഈ ഒരു ഇത്രയും വലിയൊരു ഗ്രൗണ്ട് ആണ്, ഒരു ഫുട്ബോൾ കളിക്കാനുള്ള ഒരു ഫീലാണ്. മോസ്റ്റ്ലി ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു അടുത്തൊരു പേഷ്യന്റ് വരും, നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ആ പേഷ്യന്റ് ACL കഴിഞ്ഞ് സർജറി കഴിഞ്ഞതാണ്. പുള്ളി ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഒരു 6 വർഷം മുമ്പ് പുള്ളിക്ക് ACL ടീയറും മെനിസ്കസ് ടീയറും വന്നതാണ്. പുള്ളി സർജറി ചെയ്യാണ്ട് വെച്ചിരുന്നു. പിന്നെ ഞാനുമായിട്ട് കൺസൾട്ട് ചെയ്തു. ജസ്റ്റ് എക്സസൈസ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് എന്തായാലും നമുക്ക് എക്സസൈസ് കൊണ്ട് തീരത്തില്ല, സർജറി തന്നെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ സർജറി ചെയ്യുകയുണ്ടായി. സർജറി ചെയ്തു. ഇപ്പൊ നല്ല റിക്കവർ ആയി. 1.5 മാസമായി. പുള്ളി ഇപ്പൊ ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അത്രയും നല്ല കാര്യം. അപ്പൊ എന്തായാലും നമുക്ക് പേഷ്യൻസ് ഇപ്പം കുറച്ച് പേര് ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ കുറച്ച് നേരം പുറത്തേക്ക് പോയിരുന്നു. കാരണം അവർക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് താല്പര്യമില്ല. ചില പേഷ്യൻസ് ഇവിടെ നിൽക്കുന്നവർക്ക് ഓക്കെ എന്നും പറഞ്ഞു. ഇപ്പോൾ പേഷ്യൻസ് വരുന്നൊരു സമയമാണ്. കാരണം ബാംഗ്ലൂരിൽ ഒരു ഈവനിങ് 6:30 കഴിഞ്ഞ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കൂടുതലും പേഷ്യൻസ് സമയം. അതെ. അപ്പോൾ എന്തായാലും നമ്മുടെ ബാംഗ്ലൂരിലുള്ള എല്ലാ മലയാളികൾക്കും ഇത് വലിയൊരു ഇൻഫർമേഷൻ ആവട്ടെ. നിങ്ങൾ കഴിയുന്നതും 28 സ്റ്റേറ്റിലേക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക. ഞാൻ 28 ഭാഷയിലും ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഒരു ഭാഷയിൽ നമുക്കറിയുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തന്നത്. താങ്ക് യു.